ദൈവമേ, സാങ്കേതിക വിദ്യയുടെ മഹാപ്രവാഹത്തിൽ എൻ്റെ മനസ്സ് വെട്ടിച്ചു പോകാതെ കാക്കണമേ. മൊബൈൽ സ്ക്രീനിന്റെ നീല വെളിച്ചം എൻ്റെ കണ്ണുകളെ അന്ധമാക്കാതിരിക്കാനും അതിനെ കീഴ്പ്പെടുത്താതിരിക്കാനും എന്നെ സഹായിക്കണമേ. വിരൽത്തുമ്പിലെ പ്രലോഭനങ്ങളിൽ വീഴാതെ സത്യവും വിദ്യയും തിരിച്ചറിയാനുള്ള വിവേകം എനിക്ക് നൽകണമേ. ഓൺലൈൻ ലോകത്തെ ബഹളങ്ങൾക്കിടയിലും നിശബ്ദതയുടെ സൗന്ദര്യം ആസ്വദിക്കാനും സ്ക്രീനിലെ മായക്കാഴ്ചയ്ക്കപ്പുറം പ്രകൃതിയെയും മനുഷ്യരെയും സ്നേഹിക്കാനും മെസ്സേജുകളിൽ വിശുദ്ധി പുലർത്താനും എന്നെ സഹായിക്കണമേ. എൻ്റെ ക്രിയാത്മകതയും സമയവും ലോകനന്മയ്ക്കായും ദൈവരാജ്യ വളർച്ചയ്ക്കായും ഉപയോഗിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നമ്മളെല്ലാവരും, അത് ഒരു സാധാരണ ക്രൈസ്തവ മുതൽ മാർപ്പാപ്പ വരെ നിരന്തരം രൂപീകരണത്തിന് വിധേയരാണ്. ഇതെല്ലാം ഈശോ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ രൂപീകരണത്തെ നാമത്തിന് വിട്ടുകൊടുക്കാൻ അനുഗ്രഹമേകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ തന്റെ ജീവൻ നൽകി സമർപ്പിച്ച ആ ബലി, ഗാഗുൽത്തായുടെ ബലി, അത് ഈശോയോടൊപ്പം ആവർത്തിച്ച് അർപ്പിച്ചുകൊണ്ട് പിതാവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവിടുന്ന് നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ നിന്ന് നിരീക്ഷിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ഈ ബലി നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. അപ്പൊ ഇത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തം. ഒരു ഇടവകയുടെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മാർപ്പാപ്പന്മാര് കലാകാലങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വികാരിച്ചമാരോടൊക്കെ പറയുന്നത് മതബോധനം എന്നുള്ള ഒരു കാര്യം ഒഴികെ വേറെ ഒന്നും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മതബോധനം, അത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി നിങ്ങളിൽ നിന്നും സഭ പ്രതീക്ഷിക്കുന്നില്ലെന്നാണ് വൈദികരോടും സന്യസ്തരോടും മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. മെത്രാന്മാരോട് അതിനേക്കാൾ കടുപ്പത്തിൽ പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ കോട്ട് ചെയ്യുന്നില്ല. മതബോധന ഇന്ന് എന്ന് പറയുന്ന അപ്പസ്തോല പ്രബോധനത്തിന്റെ കൊട്ടിന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇന്നിപ്പോൾ കണ്ടതുപോലെ 8:45 ദയവായിട്ട് വരിക. അത് കുറച്ച് ലൂസായി പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എത്രമാത്രം ചിട്ട എടുക്കുന്നോ അതനുസരിച്ച് കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഫോർമേഷൻ രൂപീകരണത്തിന് നല്ലതാണ്. ഗൗരവമുള്ള കാര്യമാണ് കുഞ്ഞുങ്ങൾക്കും തോന്നുന്നത്. മാതാപിതാക്കന്മാർക്ക് ഗൗരവം കൊടുക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവില്ല. നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം, ഒരുമിച്ച് ഈശോയുടെ സ്നേഹത്തിൽ വളരാം, ഒരുമിച്ച് ഈശോ ലോകത്തിന് പ്രഘോഷിക്കാം, ഒരുമിച്ച് മിഷൻ പ്രവർത്തനങ്ങൾ ഉടനെ കേരളത്തിൽ പുറത്തേക്ക് ചാടുന്ന കാര്യമാക്കില്ല. നമ്മൾ വസിക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് യേശുവിന്റെ സ്നേഹവും കാരുണ്യവും നമ്മൾക്ക് സ്നേഹമായി സേവനമായി പങ്കുവയ്ക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കാം. ദൈവമക്കളായ ഞങ്ങൾ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അടിമയാകാതെ ഇന്റർനെറ്റ് സുരക്ഷിതമായും ശരിയായ രീതിയിലും ഉപയോഗിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. വിശുദ്ധനായ കാർലോ അക്വിത്തിസിന്റെ മാതൃകയിൽ പഠനത്തിനും ക്രൈസ്തവ സന്ദേശങ്ങൾ കൈമാറുന്നതിനും ഇന്റർനെറ്റിനെ ഞാൻ ഉപയോഗിക്കും. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും